വളർത്തൽ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമോ അജണ്ടയോ അല്ലെന്ന് ദേശീയ ഓർഗനൈസ് സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. ജില്ലയിലെ ലീഗ് ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ.ടി. മുഹമ്മദ് ബഷീർ. ഈ അധികാര സ്ഥാനങ്ങൾ ഓർണമെന്റൽ അല്ല, ആലങ്കാരികമല്ല. അത് ശരിക്കും പറഞ്ഞാൽ കിതുബത്താണ്. എനിക്ക് കിട്ടിയ ഈ സ്ഥാനം കൊണ്ട് ഞാൻ ഭാഗ്യവാനാണ്. ജയിച്ചു വന്നതുകൊണ്ടല്ല, എനിക്ക് ജനങ്ങൾക്ക് കിതുബത്തെടുക്കാൻ സർവശക്തൻ അനുഗ്രഹം ചെയ്തു തന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ ആധാരമായി കാണേണ്ട ഒരു സംഗതി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൃത്യത പാലിക്കൽ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മെമ്പറായി തീരുന്ന സമയത്ത് ഇവിടെ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഇന്ന പ്രത്യേക വകുപ്പിൻ്റെ ചുമതല, അല്ലെങ്കിൽ ഇന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അല്ലെങ്കിൽ ഇന്ന പൊസിഷൻ. എത്ര ചെറുതാവട്ടെ, അതിൻ്റെ ഭാരമേതാവട്ടെ, ഇതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം അതിനോട് നീതി ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് അത്യാവശ്യം നമ്മുടെ ജോലിയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒരു അധികാര സ്ഥാനം കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരുപാട് നന്മ ചെയ്യാൻ പറ്റും. ജീവകാരുണ്യവും സേവന പ്രവർത്തനവുമാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ജനപ്രതിനിധിയാവുന്നത് അധികാര ധിക്കാരം കാണിക്കാനുള്ള അവസരമല്ല. ജനത്തെ സേവിക്കേണ്ടവരാണ് തങ്ങളെന്ന വിചാരത്തിലുള്ള പ്രവർത്തികളാണ് അനുവർത്തിക്കേണ്ടത്. സേവന കാരുണ്യ പ്രവർത്തികൾ ഇത്രത്തോളം നടത്തുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടികളില്ല. ജനങ്ങൾ തന്ന വിജയം ജനങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം പാർട്ടിയുടെയും മുന്നണിയുടെയും അടിത്തറ വിപുലപ്പെടുത്താനും പരിശ്രമിക്കണം. സമൂഹത്തിൽ ഭിന്നിപ്പും സ്പർദ്ധയും വളർത്തുന്ന പ്രചാരവേലകളെയും പ്രവർത്തികളെയും കരുതിയിരിക്കണം. സർക്കാർ വിരോധവും വിശ്വാസ ആചാര സംരക്ഷണമില്ലായ്മയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഭിന്നിപ്പിന്റെയും വർഗീയതയുടെയും മുതലെടുപ്പുകൾ പല കോണിൽ നിന്നുമുണ്ടാവും. മതനിരപേക്ഷതയിലൂന്നി മുന്നണി വിജയത്തിനായി ഏവരും രംഗത്തിറങ്ങണമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ പറഞ്ഞു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സലാം മാസ്റ്റർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ എം.എൽ.എ, സി.എച്ച്. റഷീദ്, കളത്തിൽ അബ്ദുള്ള, എം.എ. സമ്മദ്, എം.എം. ഹമീദ്, പി.എ. തങ്ങൾ, കെ.കെ.എ. അസീസ്, പൊൻപാറ കോയക്കുട്ടി, പി.ടി. മുഹമ്മദ്, സലാം മാസ്റ്റർ, റഷീദ് ആലയാൻ, റഫീഖ പറക്കോട്ടിൽ, ജമീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 260-ലേറെ ജനപ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുത്തു.